അപ്പോൾ ഇന്ന് നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ കാണാം. അപ്പോൾ ആദ്യം തന്നെ മോയ്സ്ചറൈസർ ഒക്കെ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഒരു ഫൗണ്ടേഷൻ ഇട്ടു കേട്ടോ. ഒരു നോർമൽ ഫൗണ്ടേഷൻ ആട്ടോ, നമ്മളെ വീടിന് അടുത്തുള്ള ഒരു സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ കൺമഷി എഴുതുകയാണ് അടുത്തത്. കൺമഷി ഞാൻ ഷിങ്കാറിൻ്റെ കൺമഷി ഇട്ട് നോർമൽ പണ്ടത്തെ കൺമഷി നമ്മളെ അമ്മമാർക്ക് കുട്ടികൾക്ക് എഴുതി കൊടുക്കുന്ന പോലെ കൈ കൊണ്ടാട്ടോ ഗൈസ് എഴുതുന്നത്. എനിക്ക് സ്റ്റിക്ക് വെച്ച് എഴുതാനൊന്നും അറിയില്ല. അതിനുശേഷം നമ്മൾ ആസ് യൂഷ്വൽ ഐലൈനർ ഇട്ടു. ലാക്മേയുടെ ആട്ടോ ഐലൈനർ, അത് അറിയുന്ന രീതിയിൽ ഇട്ടു. അതുപോലെ തന്നെ ഫോണിൽ നോക്കി ഐലൈനർ എഴുതാൻ നല്ല പാടാണ് ഗൈസ്. അത് മാത്രമല്ല ആദ്യമായി ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്യുന്നതിൻ്റെ നല്ല ചമ്മൽ എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിറയെ കൺമഷിയും ഐലൈനറൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പൊട്ടും കുത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അറിയുന്ന രീതിയിൽ ഒരു ചെറിയ ഹെയർ സ്റ്റൈൽ ഫ്രണ്ടിലെടുത്ത് ചെയ്തിട്ടുണ്ട്. ബാക്കി മുടി ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇടുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുളിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ മുടി നല്ല വെറ്റാണ്. അതുകൊണ്ട് തന്നെ മുടി കെട്ടാൻ നല്ല പാടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഹെയർ സ്റ്റൈലിംഗ് മെഷീൻസ് ഒന്നും യൂസ് ചെയ്യാൻ മുടിയിൽ സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക് ആണ്. അതെനിക്ക് തീരെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ സിന്ദൂരം വാരിപ്പൊത്തിയിട്ട് ഇതാണ് ഫൈനൽ ലുക്ക്.